കഞ്ഞിക്ക് ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത ഉലുവയാണ്. ഒരു 1/4 കപ്പ് ഉലുവേനെ കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ സോക്ക് ചെയ്യണേ. കണ്ടില്ലേ, നല്ല കുതിർന്ന ഉലുവയാണ്. ഇത് ഞാൻ കുക്കറിലോട്ട് ആ വെള്ളം ഉൾപ്പെടെയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് ഞവരയരി. 1 കപ്പ് ഞവരയരിയാണ് എടുക്കുന്നത്. ഞവരയരി ഇല്ലെങ്കിൽ മാത്രം മട്ടയരിയോ ഉണക്കലരിയോ പൊടിയരിയോ ഉപയോഗിക്കാം. ഞവരയരിയാണ് കഞ്ഞിക്ക് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഇതിനെ ഇനി നല്ലപോലെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഈ ഞവരയരി ഷുഗറുകാർക്ക് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. പിന്നെ ബ്ലഡ് കുറവുള്ളവർക്ക്, നമുക്ക് പുറം വേദനയൊക്കെ ഇല്ലേ, അവർക്ക് നല്ലതാണ്. എല്ലിൻ്റെയൊക്കെ ബലത്തിനില്ലേ ഞവരയരി ബെസ്റ്റാണ് കേട്ടോ. പിന്നെ വൈറ്റമിൻ ബിയുടെ ഒരു കലവറയാണ് ഈ ഞവരയരി. ഈ കർക്കിടക മാസത്തിൽ പൊതുവെ നമ്മുടെ ശരീരത്തിന് ഇച്ചിരി വേദന കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഉലുവയൊക്കെ അതിന് നല്ല ബെസ്റ്റാണ്. കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഞവരരിയും കൂടെ ഞാൻ ആ ഉലുവയുടെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചേർക്കുന്നത് ആശാളിയാണ്. ആശാളി BP-ക്കാർക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ. ഒരു 2 ഗ്രാം ആശാളിയൊക്കെ എടുത്താൽ മതി. ഞാൻ 1 ടീസ്പൂൺ ആശാളി എടുത്തിട്ടുണ്ട്. ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ 2 ഗ്രാം ഇട്ടാൽ മതിയേ. എന്നിട്ട് അതും കൂടെ കഴുകി വൃത്തിയാക്കി ഞാൻ ആ ഉലുവയുടെയും ഞവരരിയുടെയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഏകദേശം ഒരു 5 കപ്പോളം വെള്ളം ഒഴിച്ചോ കേട്ടോ. 5 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിനെ നമുക്ക് 4 വിസിലെങ്കിലും വേവാൻ വെക്കാം. ഓരോരുത്തരുടെ അടുപ്പിൻ്റെയും തീയുടെ ചൂടും അനുസരിച്ചിരിക്കും. ഞാനൊരു 4 കപ്പാണ് ഒഴിക്കുന്നത്, പക്ഷേ ഒരു 5 കപ്പ് വെള്ളം ഒഴിച്ചോ കേട്ടോ. ഒഴിച്ച് അതിനെ നമുക്ക് വേവാൻ വെക്കാം. ഇത് വേവുമ്പോഴത്തേക്ക് തേങ്ങയുടെ പാലെടുക്കാവേ. ഒരു 1.5 കപ്പോളം തേങ്ങ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 3/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഞാൻ 1/4 പാൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 2ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, തേങ്ങയുടെ 1/4 പാലും 2ാം പാലും. അപ്പോഴത്തേക്കും വിസിലെല്ലാം പോയി അരിയും ഉലുവയും ആശാളിയും എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇച്ചിരി ഒരു വെള്ളം കുറഞ്ഞു, അതാണ് ഞാൻ നിങ്ങളോട് ഒരു 5 കപ്പ് വെള്ളം ഒഴിച്ചോളാൻ പറഞ്ഞത്. എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ തേങ്ങയുടെ 2ാം പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കാം. 2ാം പാൽ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് അത് നല്ല തിളച്ച് വരട്ടെ കേട്ടോ. ഞവരരിയും ആശാളിയും ഉലുവയും തേങ്ങയുടെ 2ാം പാലും എല്ലാം കൂടെ കണ്ടില്ലേ നല്ല തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്കും അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഞാൻ 1 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം നല്ലതാണ് കേട്ടോ ശരീരത്തിന്. നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കർക്കിടക മാസത്തിൽ ചെറിയ ജീരകം കഴിക്കുന്നത് നല്ലതാണ്. എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സായി തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയുടെ 1/4 പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങയുടെ 1/4 പാലും കൂടെ ഒഴിച്ച് പിന്നെ തിളയ്ക്കാൻ പാടില്ല. എന്നിട്ടങ്ങ് ചെറിയ ചൂടോടെ അങ്ങ് ഓഫാക്കിയേക്കണം കേട്ടോ. 1/4 പാലും കൂടെ ഒഴിച്ച് ഇനിയിപ്പം ഗ്യാസ് അങ്ങ് ഓഫാക്കിയേക്കാം. ആ ചൂട് മതിയേ. കണ്ടില്ലേ, വെറും 4 ചേരുവകൾ കൊണ്ട് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉലുവാക്കഞ്ഞി. കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് മുതിർന്നവർക്ക് വരെ കുടിക്കാൻ പറ്റുന്ന ഉലുവാക്കഞ്ഞിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി. ഇനി വേണമെങ്കിൽ നെയ്ക്കകത്ത് ഇച്ചിരി ചെറിയുള്ളിയൊക്കെ ഇടാം, താളിച്ചിടാം കേട്ടോ. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ നല്ല ടേസ്റ്റാണ്. ചൂടോടെ നമുക്ക് കുടിക്കുകയും ചെയ്യാം. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ഉലുവാക്കഞ്ഞി. ഈ കർക്കിടക മാസത്തിൽ തുടർച്ചയായിട്ട് ഒരു 7 ദിവസമെങ്കിലും ഇത് കുടിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ശരീരത്തിന് നല്ലൊരു കഞ്ഞിയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കല്ലേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി, ഞാൻ റിപ്ലൈ തരാം. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ഉലുവാക്കഞ്ഞി റെഡി. എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണേ. നമ്മുടെ വീട്ടിലുള്ള ചേരുവകളല്ലേ ഉള്ളൂ ഇതെല്ലാം കൂടെ ഇട്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കർക്കിടകക്കഞ്ഞി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2 ഗ്ലാസ് കഞ്ഞിയെങ്കിലും കുടിക്കും കേട്ടോ. താങ്ക് യു.